നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു ദിവസം നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വല്ലാത്തൊരു ബേജാറുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പറ്റിയിട്ട് വീട്ടുകാർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു നൂതന പരിഹാരമാണ് ഫോണെന്ന് പറയുന്നത്. അതായത് എവിടെ പോയി തിരിച്ചെത്താനായോ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് വിളിച്ചറിയിക്കാനുള്ളൊരു സംവിധാനമാണ് ഫോണെന്ന് പറയുന്നത്. ഈ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിനെ പറ്റിയിട്ടുള്ള ഒരുപാട് നമുക്ക് ഫോണിൻ്റെ ഈ റിപ്പയറിംഗ് സെൻ്ററൊക്കെ ഉണ്ട്. ഈ ഫോണിനെ പറ്റിയിട്ടുള്ള മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ CCTV ക്യാമറ ആയിക്കോട്ടെ, ഇതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കോഴ്സ്, വിവിധതരം കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഫോൺടെക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഫോൺടെക് എഡ്യൂക്കേഷൻ 9 വർഷത്തെ പാരമ്പര്യമാണ്. 2 സ്ഥാപനമാണ്, ഒന്ന് കണ്ണൂർ പിന്നെ ഒന്ന് കോട്ടയത്ത്. ഫോൺടെക് എഡ്യൂക്കേഷൻ്റെ കണ്ണൂർ താമക്കരയിലുള്ള പുതിയ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ അധ്യായം ചിത്രീകരിക്കുന്നത്. ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഫോണിനെ പറ്റിയിട്ടുള്ള, ലാപ്ടോപ്പിനെ പറ്റിയിട്ടുള്ള, CCTV ക്യാമറയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പഠിക്കാനായിട്ട് ഫോൺ ടീച്ചറിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി 4 സഹോദരിമാർ ഓൾറെഡി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഹലോ, നമസ്കാരം. ഹായ്. ഹലോ. ഓക്കെ, പേരെന്താ? മോസിന. സ്ഥലം? കാട്ടാമ്പള്ളി ടൗൺ ജംഗ്ഷൻ. കാട്ടാമ്പള്ളിയിൽ പണ്ട് അവിടെ ഒരു കാട്ടാമ്പള്ളി പാലം. പാലം ഇറങ്ങണോ? അല്ല, പാലത്തിന്റെ അവിടെ എത്തണ്ട. അവിടുന്ന് കുറച്ച് പാലം കടക്കണ്ട. വേണ്ട. കാട്ടാമ്പള്ളി പാലത്തിന്റെ മുകളിൽ കയറിയിട്ട് എത്ര കൊല്ലായി? അല്ലെങ്കിൽ എത്ര മാസമായി, അല്ലെങ്കിൽ എത്ര ആഴ്ചയായി, എത്ര ദിവസമായി? ഇന്നലെ വരെ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അതാണ് ചോദിച്ചത്. തൊട്ടടുത്ത് പാലം ഉണ്ടായിട്ട് ഒന്ന് പാലത്ത് കയറാതെ എങ്ങനെ വരിക? ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ എത്രയായിട്ട് ഇവിടെ ടീച്ചറാണ്? ഇല്ല, ഇവിടെ BD ആയിട്ട് വർക്ക് ചെയ്യുന്നത് 6 മാസമായി. ഓക്കെ, ശരി. പേര്? നൗറിൻ. സ്ഥലം? താണ. കണ്ണൂർ താണ. ഇവിടെ എത്രയായിട്ട്? 3 മാസമായിട്ട്. ഓക്കെ, പേര്? റസ്ലി മർവ. എവിടെ സ്ഥലം? കാടാച്ചിറ. ഓക്കെ, പേര്? റന. ഇവിടെ കണ്ണൂർ പടന്നപ്പാലത്ത് ഇപ്പോൾ കൊതുകളുടെ ശല്യം ഉണ്ടോ? ഇല്ല. കാരണം ഒരു കാലത്തെന്ന് പറഞ്ഞാൽ പടന്നപ്പാലം എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കണ്ണൂരൊക്കെ ഭയങ്കര പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൊതുക് ശല്യമായിരുന്നു. വെള്ളമൊക്കെ റോഡിലോട്ട് പോവുക. ഇപ്പോൾ ഒക്കെ ക്ലിയറായി അല്ലേ? ഹാപ്പിയാണ്? മഴയായോണ്ട് കാടായിട്ട് കൊതുകൊക്കെ കാടിനുള്ളിൽ പോയി നിൽക്കും. അത് പുറത്തോട്ട് വരില്ല എന്ന് പറയുന്നത്. എന്തായാലും ഓരോ സ്ഥലത്തിനും വർഷം കഴിയുന്നതോറും അതിൻ്റെ പുരോഗതിയുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ഇതുപോലെ ചതുപ്പും ആൾക്കാർക്ക് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അന്നത്തെ നമ്മുടെ അധികൃതരെ അറിയിക്കുക. അതിൻ്റെ അകത്ത് വേണ്ട നടപടികൾ എടുത്തിട്ട് ജനവാസയോഗ്യമാക്കി തരുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു 4 പേര്. ശരി, ഇന്ന് രാവിലെ എന്താ കഴിച്ചത്? രാവിലെ ഫുഡ് കഴിക്കാറില്ല. വെരി ഗുഡ്. എന്നെപ്പോലെ രാവിലെ ഒന്നും കഴിക്കാറില്ല. പുഴുങ്ങിയ 4 നേന്ത്രപ്പഴവും അതുപോലത്തെ 3 മുട്ടയും മാത്രമേ കഴിക്കൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഭക്ഷണം ആരോഗ്യത്തിന് അനിവാര്യമായതാണ്. എന്തുകൊണ്ടാണ് രാവിലെ ഫുഡ് കഴിക്കാത്തത്? ഇവിടെ വരേണ്ടോട് ടൈം കിട്ടുന്നില്ല. എത്ര മണിക്ക് കൂടെ എത്തണം? 9 മണി. ഇച്ചിരി നേരത്തെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ പോരെ? മഴയായതുകൊണ്ട് 8:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ 9 ഇവിടെ എത്തണ്ടേ? ഓക്കെ, നിങ്ങൾ എന്താ കഴിച്ചത്? ദോശ കഴിച്ചു. എത്ര കഴിച്ച്? 1 ദോശ. ഓക്കെ, ഇവിടെ ദോശയും ബീഫ് കറിയും. എത്ര ദോശ കഴിച്ച്? 3. കണ്ട, നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ 3-4 പോയിക്കോളും. നിങ്ങൾ ഒരു മുട്ട മാത്രം. ശരി, ഒരു മുട്ട എന്ന് പറഞ്ഞാൽ മുഴുവൻ കോഴി. അതാണ് സംഭവം. ശരി, ഇരിക്കട്ടെ. നല്ല കാര്യം. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, അതിനകത്ത് വ്യായാമം ചെയ്യുക, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുക. ഇപ്പം ഞാനൊരു ചെറിയൊരു ചോദ്യമാണ്, സിമ്പിൾ. മനുഷ്യർക്കുണ്ട് ഒരവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷിക്കുണ്ട്, ആ പക്ഷിയുടെ പേരിലും അറിയപ്പെടുന്നു. എന്താണ്? കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മനുഷ്യർക്കുണ്ട്, മനുഷ്യരുടെ ഒരു അവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷിക്കുണ്ട്, പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? നമുക്കെല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ അവയവത്തിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. പക്ഷിക്കുണ്ട്, പക്ഷിയുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. എന്താണ്? രക്ഷയില്ല. മുട്ട കഴിച്ചിട്ട് ഉത്തരം കിട്ടില്ല. ബീഫും ദോശയും കഴിച്ച് എന്ത് കിട്ടി നോക്കാം. ഇവിടെ നമുക്കുണ്ട്, നമുക്കൊക്കെ ഉള്ളു. രക്ഷയില്ല. ഇവിടെ മലയാളം
ഇനി ഇവർ 4 പേര് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് ഇനി അടുത്ത ടീമിൽ നോക്കാം. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഫോൺടെക് എഡ്യൂക്കേഷൻ താവക്കര ഏറ്റവും പുതിയ അവരുടെ കണ്ണൂരിലെ ആസ്ഥാനമായ ഓഫീസാണ്. പുതിയ ബിൽഡിംഗ് ആണ്, ഒരു അടിപൊളി സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടെ റിസപ്ഷൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. വീണ്ടും അതേ യൂണിഫോമിൽ 4 സുന്ദരിമാർ എൻ്റെ മുന്നിൽ. ഇവർക്ക് കിട്ടുമോ? ഇവർ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട 4 പേരിൽ ഒരാൾ രാവിലെ ഒന്നും കഴിച്ചില്ല. ഒരാൾ ഒരു ദോശ മാത്രം കഴിച്ചു, മറ്റൊരാൾ ദോശയും ബീഫ് കറിയും കഴിച്ചു, മറ്റൊരാൾ പുഴുങ്ങിയ മുട്ട മാത്രം കഴിച്ചു. ഇനിയിപ്പോൾ ഇവർ രാവിലെ എന്ത് തട്ടിയിട്ടാണ് വന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? ഓക്കെ, പേര്? ലാവണ്യ. ലാവണ്യയുടെ സ്ഥലം? ചാലാട്. ചാലാട്. ആ, ഇവിടെ ജൂലി. ജൂലി എവിടെ? ചെമ്പിലോട്. ചെമ്പിലോട്. സുനിമോൾ കൊളച്ചേരി. സുനി? സുനിമോൾ. സുനി മോള്. മോളാ? സുനിമോള്. ഓക്കെ. അപ്പോൾ എപ്പോഴേക്കും നീ മോള് ചേർത്തന്നെ വിളിക്കുന്നത്? അല്ല, സുനി. സുനി വിളിക്കും. എവിടെ സ്ഥലം? കൊളച്ചേരി. കൊളച്ചേരി. ആ, ഷഫ്ന. എവിടെ? ചൊവ്വക്ക്. ചൊവ്വ. ഏത് ചൊവ്വയാണ്? കൺഫ്യൂഷൻ ആവും. ഒരു 2 ചൊവ്വയില്ലേ? ഇടക്ക് വെച്ചിട്ടാ. എടച്ചൊവ്വ. ഇടക്കെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോൾ മേലെ ചൊവ്വ എത്തണ്ട. സമാജ സ്കൂളിൻ്റെ അടുത്ത്. അപ്പം അത് ഏത് ചൊവ്വയാണ്? അത് ശരിക്കും നമ്മൾ മേലെ ചൊവ്വ, താഴെ ചൊവ്വ, എടച്ചൊവ്വ അല്ലേ? താഴെ ചൊവ്വ അല്ല, മേലെ ചൊവ്വ, താഴെ ചൊവ്വ, എടച്ചൊവ്വ എന്ന് വരിക. പക്ഷേ ഈ മേലെ ചൊവ്വ എത്തുന്നതിന് മുന്നേയുള്ള ചൊവ്വ അതേത് ചൊവ്വ? എനിക്കറിയാത്ത ചൊവ്വ. അങ്ങനെ ഒരു ചൊവ്വയുണ്ട്. അതാണ് ചൊവ്വ. ഗ്രഹത്തിൽ മാത്രമല്ല നമ്മുടെ ചൊവ്വയുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്നത്. രാവിലെ എന്താ കഴിച്ചേ? ഞാൻ ഇടിയപ്പം. ഇടിയപ്പം. കുറച്ച് ദൂരേക്കാ. ഇടിയപ്പം എത്ര കഴിച്ചത്? 4. കറി എന്തായിരുന്നു? കടലക്കറി. കടലക്കറി. ഓക്കെ. ഇവിടെ ദോശ. ദോശ. കറി? കടല. ആ, എത്ര ദോശ? 2. ഉപ്പുമാവ്. കറിയില്ല. പഴം. ഉപ്പുമാവും പഴം. ആ, ഇവിടെ എന്താ കഴിച്ചത്? ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചില്ല. എന്തുകൊണ്ട്? എണീക്കാൻ വയ്യായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എണീക്കാൻ വൈകി കഴിച്ചില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു എന്താ പറയുക ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടാക്കി നമ്മൾ നന്നായിട്ട് ഉറങ്ങണം അല്ലേ? ഉറക്കത്തിന് ഇച്ചിരി വിഘ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പം ചെറിയൊരു ചോദ്യമാണ്. കിട്ടിയോ? നേരത്തെ അവിടെ നിന്ന് ആരൊക്കെയോ അല്ല, ആര് ഈ ഉത്തരം പറഞ്ഞത്? ഇപ്പം ഉത്തരം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. ആരെന്തോ പറഞ്ഞെന്ന് ഇപ്പം ആരെങ്കിലും അല്ല അല്ല ആരാ പറഞ്ഞെന്ന്? ഗായത്രി മാം എവിടെയുണ്ട്? നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഓക്കെ, നോക്കട്ടെ. ഗായത്രി മാം പറഞ്ഞത് അപ്പാടെ അങ്ങ് വിഴുങ്ങിയോ അല്ലേ? അതിനെപ്പറ്റി വല്ല സെർച്ചൊന്നും നടത്തിയോന്നും എനിക്കറിയില്ല. ചോദിക്കാം. ചെറിയ ചോദ്യമാണ്. മനുഷ്യർക്കുണ്ട്, ഓക്കെ, മനുഷ്യർക്കുണ്ട്, നമുക്ക് കാണാൻ പറ്റും. മനുഷ്യർക്കുണ്ട് അവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷിക്കുണ്ട് പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? അതായത് പക്ഷിക്ക് എന്താണോ ഉള്ളത് അത് തന്നെയാണ് മനുഷ്യർക്കുള്ളത്. പക്ഷെ അത് മനുഷ്യർക്ക് ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ ഒരു അവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷിക്ക് ഉണ്ടാവും പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നു. അത്രേ ഉള്ളൂ. മനുഷ്യർക്കുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളിത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ആരും എണ്ണാൻ മുതിരാറില്ല. അതാണ് സംഭവം. മനുഷ്യർക്കുണ്ട്, ഒരു അവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷിക്കുണ്ട്, ആ പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? പെട്ടെന്ന് ഉത്തരം അറിയില്ല. ആ, കുസൃതി ചോദ്യമാണോ? ആണ്, പക്ഷെ സത്യമായ ഉത്തരവാണ്. മനുഷ്യർക്കുണ്ട്, മനുഷ്യർക്ക് ഉള്ളത് ഒരു അവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. അത് നമ്മൾ എണ്ണാറില്ല അങ്ങനെ. പക്ഷിക്കുണ്ട്, അത് പക്ഷിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആലോചിക്കാൻ സമയമുണ്ടോ? കൊക്ക്. 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 മേമൻ്റെ പേരെന്താണ്? ഗായത്രി മേം പറഞ്ഞു കൊടുത്ത ഉത്തരവാണ് കൊക്ക്. അത് അതുപോലെ ഇങ്ങനെ പറയാണ് കൊക്ക്. ആ, ഇവിടെ കിട്ടിയില്ല. ഗായത്രി മേം പറഞ്ഞ ഉത്തരം ശരിയാണ്. കമ്പ്യൂട്ടർ കേടുവായ ഉണ്ടാരും പോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഗായത്രി മേമിനോട് നേരിട്ട് ചോദിച്ചു നോക്കാം. റെഡി? താങ്ക് യു. ഓക്കെ, യെസ്, വാ. അപ്പോൾ നമ്മൾ അടുത്ത ടീമിനൊന്ന് പരിചയപ്പെടുകയാണ്. ആ, പേര്? അനു. ചായാണോ ജായാണോ? അനുജ. ജീവന്റെ ജ. ആ, ചക്കയുടെ ചായ അല്ല, ജീവന്റെ ജ. ഇവിടെ താമസിക്കുന്നത് ഇവിടെ? കൊളച്ചേരി പറമ്പ്. ഓക്കെ, പേര്? ആദിത്യ. എവിടെ? തലശ്ശേരി. വിനയപൂർവ്വം തലശ്ശേരി. തലശ്ശേരിയിൽ എവിടെയാണ്? തലശ്ശേരിയിൽ പെരിങ്ങത്തൂർ. ദിയ തലശ്ശേരി. നിങ്ങളുടെ പേര്? ഗായത്രി. കോഴിക്കോട്. ഗായത്രി മേഡം. മേഡമാണ് നേരത്തെ ഉത്തരവ്. കോഴിക്കോട് മേഡം? കോഴിക്കോട് കക്കോടി. അപ്പം ഇവിടെ സ്റ്റേ ആണോ അല്ലെ ഡെയിലി പോയിട്ട് വരാം? ഹോസ്റ്റലിലാണ്. ഇപ്പം എത്ര ഇപ്പോൾ ഇവിടെ കണ്ണൂർ? ഞാൻ ഇപ്പോൾ ഒരു 3 മാസം ആവുന്നുള്ളൂ. ഇതിന് മുന്നേ തൃശ്ശൂരായിരുന്നു. ഓക്കെ. കണ്ണൂർ എങ്ങനെയുണ്ട്?
കണ്ണൂർ കുഴപ്പമില്ല. കണ്ണൂർക്കാരനെ കണ്ടുക്ക സ്ലാങ് ഇപ്പോഴും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത്ര കോഴിക്കോട് കണ്ണൂരിന്റെ സ്ലാങ് ഞാൻ എക്സാക്ട് പ്ലേസ് വരുന്ന വയനാടാണ്. പിന്നെ കോഴിക്കോടേക്ക് മാറിയിട്ട് ഇപ്പോൾ 1 year ആവുന്നുള്ളൂ. എന്നാൽ ഇവിടുന്ന് പെട്ടെന്ന് എന്നാ മനസ്സിലാവാത്ത എന്താ അവർ കണ്ണൂർക്കാർ പറയും പെട്ടെന്ന് ഇവിടെ എന്താ എന്നുള്ളതിന് യൂസ് ചെയ്യുന്നത് എന്നാന്നാണ്. പിന്നെ അനക്ക് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ എനിക്ക് എന്ന് പറയുന്നത് ഇവിടെ അനക്ക് എന്നാ പറയാ. നമ്മളെന്താ പറയുക, നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട് പറയുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ട് അക്ഷരം പറയിച്ചിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ പിന്നെ 4 പേരിലില്ലാത്ത ഒരു പ്രത്യേകത നിങ്ങളുടെ പേരുണ്ടല്ലോ, എന്താ അത്? എൻ്റെ പേരില്ല. നിങ്ങളുടെ പേരെന്താണ്? ദിയ. അത് മലയാളം പേരാണോ? മലയാളം പേരാണ്, പക്ഷെ അത് ഹിന്ദി വാക്കൂടില്ലേ അത്? അല്ലേ? ദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു എന്നാണ് ഹിന്ദി എന്താ പറയാ? ദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു. ദേന എന്നുള്ളതിന്റെ ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഒരുപാട് പഠിക്കാനുണ്ട്. പഠിച്ച് അങ്ങനെ വളർന്നു. എത്ര പഠിച്ചാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ കഴിച്ചാലും പറ, എന്താ രാവിലെ കഴിച്ചേ? രാവിലെ ദോശ. കറി ഉണ്ടായിരുന്നോ? എന്താണ്? മുട്ടക്കറിയും ദോശ. പുട്ടും കറിയും. എന്ത് കറി? വെജിറ്റബിൾ കറി. അവിടെ ദോശ മീൻകറി. എന്തോ എക്സ്ട്രാ പുട്ടും കടലയും ദോശയും. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചാലും പറഞ്ഞു. ചെറിയ ചോദ്യമാണ്. അതായത് മനുഷ്യർക്കുണ്ട്, അത് നമ്മൾ കാണാൻ പറ്റും, പക്ഷെ നമ്മൾ അത് എണ്ണി നോക്കാറില്ല പെട്ടെന്ന്. നമുക്കെല്ലാവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മനുഷ്യർക്കുള്ളത് ഒരു അവയവത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഒരു പക്ഷിക്കുണ്ട്, ആ പക്ഷിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യർക്കുള്ളത് ഒരു നിറത്തിലേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ പക്ഷിക്കുള്ളത് പല വർണ്ണങ്ങളാലുള്ളതാണ്. ലാസ്റ്റ് ടൈം ചെറിയ ക്ലൂ കൊടുക്കുക. നമുക്കൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളാരും ഇത് എണ്ണി നോക്കാറില്ല. മനുഷ്യർക്ക് ഒരു നിറത്തിൽ കാണുന്നു, പക്ഷേ ഇതൊരു പക്ഷിക്കുണ്ട്, ആ പക്ഷിയുടെ പേരിലാണ് അറിയുന്നത്. അത് പല വർണ്ണങ്ങളാൽ ഉള്ളതാണ്. ഒരു പക്ഷിക്കേ ഉള്ളൂ. മുടി അല്ല, എന്നാൽ മുടിയുമായിട്ട് മനുഷ്യർക്ക് ഒരു ബന്ധമുള്ളൊരു സംഭവമാണ്. അറിയില്ല? ടീച്ചർ നേരത്തെ ഉത്തരം പറഞ്ഞു കൊടുത്തത് കൊക്കെന്നാ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇവിടെ അറിയില്ല. കിട്ടിയോ? ഫോൺടെക് എഡ്യൂക്കേഷൻ താവക്കരയിൽ നമ്മളിപ്പം മൊത്തം 9 വർഷമായിട്ടുണ്ട് ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇവർ കണ്ണൂർ മാത്രമല്ല, നമ്മുടെ കോട്ടയത്തുണ്ട് 9 വർഷമായിട്ട്. ഇപ്പോൾ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ താവക്കര പുതിയൊരു അടിപൊളി ബിൽഡിങ്ങിനാണ് ഇപ്പോൾ ഉള്ളത്, ശുദ്ധീകരിച്ച അടിപൊളി സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ 3 ടീമാണ് പങ്കെടുത്തത്. അവരൊക്കെ ഇപ്പോൾ ഇവിടെയുണ്ട്. ഞാൻ ചെറിയൊരു ടീച്ചർ ഉൾപ്പെടെ ക്ലൂ കൊടുത്തിട്ട് ഇതിൽ ഒരു ഉത്തരവേ പറഞ്ഞുള്ളൂ. നമ്മുടെ ടീച്ചർ പറഞ്ഞു കൊടുത്ത ഉത്തരം കൊക്ക് എന്ന ഉത്തരം പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വലിയൊരു ക്ലൂ തരുമാണ്, ഒന്നുകൂടി പറയാം. നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട്, ലേഡീസ് ആൻഡ് ജെൻറ്റ്സ്, കുട്ടികൾക്കുൾപ്പെടെ ഉള്ളതാണ്. പക്ഷേ നമ്മളിതാരും ഇന്നേ വരെ ആരും എണ്ണി നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മുടി ഇച്ചിരി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അതിന് എന്തെങ്കിലും ഹെയർ ഓയിലൊക്കെ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ പ്രതിവിധി കണ്ടിട്ട് നമ്മളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അത് മുടിയുടെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ എല്ലാ മനുഷ്യർക്കുള്ളതാണ്, പക്ഷെ നമ്മളിത് എണ്ണി നോക്കാറില്ല. ഇത് മനുഷ്യർക്കുള്ളത് മനുഷ്യരുടെ ഒരു അവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ഇതൊരു പക്ഷിക്കുള്ളത് ആ പക്ഷിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ഒരു നിറത്തിൽ കാണുന്നു, ആ ഒരു പക്ഷിയിലുള്ളത് പല വർണ്ണങ്ങളാൽ ഉള്ളതാണ്. കിട്ടിയോ? പറഞ്ഞോളൂ. ആദ്യം പറഞ്ഞാള് ആദ്യം പറഞ്ഞാള് ആര്? മാം എവിടെ? ആ മേമല്ല ഇത്, വേറെ മേമുണ്ടോ? ആളെവിടെ? ഇങ്ങോട്ട് വരൂ. ഇതാ വരൂ കടന്നു വരൂ. ആ മാം ഇങ്ങോട്ട് വരൂ, ചെറിയ വഴി കൊടുക്കൂ. വരൂ. യെസ്. ഇനി മാമിൻ്റെ പേര്? അൻസിയ. സ്ഥലം? ചക്കരക്കൽ. ഇനി അൻസിയ മേഡം പറയൂ. ഞാൻ പറഞ്ഞ മനുഷ്യർക്കുള്ളതാണ്, ഒരു അവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഒരു പക്ഷിക്കുണ്ട്, അത് പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യർക്ക് ഒരു നിറത്തിലും പക്ഷിക്ക് പല വർണ്ണങ്ങളാലും ഉള്ളതാണ്. എന്താണത്? പീലി. മനുഷ്യനാണെങ്കിൽ അങ്ങനെയല്ല. ഏത് അവയവത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു? എന്താ പറയാ? കൺപീലി. പക്ഷിക്കാണെങ്കിൽ മയിൽപീലി. മനുഷ്യർക്ക് ഒരു നിറത്തിൽ, മയിൽപീലിക്ക് പല വർണ്ണങ്ങൾ. ഉത്തരം
പീലിയാണ്. മനുഷ്യരുണ്ടാകുമ്പം കൺപീലി. നമ്മളാരും കൺപീലി എണ്ണി നോക്കാറില്ല. പക്ഷിക്കൊണ്ട് മയിലിന് അതിൻ്റെ പേര് മയിൽപീലി. പല വർണ്ണങ്ങളിൽ കാണാൻ വേണ്ടി ടീച്ചർക്ക് നല്ല ക്ലാപ്പ് കൊടുത്തേ. അടിപൊളി. ഇത് എവിടെ ഒളിച്ചിരിക്കും സമയം? കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനിവരുടെ ചോദ്യം ക്ലൂ ഒക്കെ കേട്ട് ചുമ്മാ തൊട്ട് പതുങ്ങിയിരുന്നു. ക്ലൂ ഒക്കെ പകുതിയെ കേട്ടിട്ടുള്ളൂ. ആണോ? അപ്പോഴത്തെ ഉത്തരം കിട്ടും ചെയ്തു. ഇങ്ങനെ ചിന്തിച്ച് കിട്ടി. അതാണ്. അപ്പം ടീച്ചറുടെ കൂടെ തന്നെ നിൽക്കുക. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പം ഇന്നൊരു സമ്മാനം തരിക ടീച്ചർക്ക്. കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം. മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം ഗോൾഡ് അല്ലേ? എന്താണ്? കല്യാണം കാലാതീതം സെഞ്ചുറി ഫാഷൻ സിറ്റി നൽകുന്ന മറ്റൊരു സമ്മാനം. എനിക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നിട്ട് ഞാൻ വേഗം കൗൺസിലിംഗ് ഒക്കെ സ്പീഡാക്കി ഇവരൊക്കെ പുറത്താക്കി. കിട്ടി. സന്തോഷം. എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ട്. ആ സമയമായി, നമ്മുടെ പ്രോഗ്രാം കഴിയേണ്ട സമയമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ നമ്മുടെ CCTV ക്യാമറ, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള വിവിധ കോഴ്സുകളാണ് ഫോൺടെക് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത്. വരിക, പഠിക്കുക. നാളത്തെ ജോലി നിങ്ങൾക്കാണ് ഫോൺടെക് എഡ്യൂക്കേഷനിലൂടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. ഗുഡ് ബൈ.